പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ച ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ: ഒന്ന്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് ആദ്യ വാരത്തിലുണ്ടായേക്കും. അത് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ കേരളത്തിലെത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് NSS ഉള്ളത്. അപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. KPCC അധ്യക്ഷൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അദ്ദേഹം പരസ്യമായി തന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് കോൺഗ്രസ്സിലെ നിലവിലുള്ള സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അത് മുഴുവൻ പേര് മത്സരിക്കുമെന്ന് അങ്ങനെയല്ല, അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇങ്ങനെ രാഷ്ട്രീയ പ്രസക്തമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഒരല്പം കേരളീയ രാഷ്ട്രീയ ചരിത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1965 കേരളത്തിൽ ഇടതുപക്ഷം, അന്ന് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാരണം CPI അന്ന് വേറെ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം CPM ആയതിനു ശേഷമുള്ളൊരു കാലമാണ്. അന്ന് CPM-ൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസുകളുടെ പിന്തുണയോടുകൂടി ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ആലോചന നടന്നിരുന്നുവെന്നും എന്നാൽ അത്തരമൊരു ഗവൺമെൻറ്റുമായി സഹകരിച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് അന്നത്തെ കേരള കോൺഗ്രസിൻ്റെ അനുഭവസമ്പന്നരായ നേതാക്കൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ ആ ഒരു ശ്രമവുമായി സഹകരിക്കാതിരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു നിരീക്ഷണം ഇപ്പോൾ ഈ സമീപ ഭാവിയിൽ വന്നത്, 1980 മുതൽ 81 വരെയുള്ള കാലഘട്ടത്തിൽ നാനാർ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് എന്താണ് 82-ലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അതേസമയം അന്ന് UDF-നൊപ്പം നിന്നതുകൊണ്ട് എന്താണ് PJ ജോസഫ് വിഭാഗത്തിന് സംഭവിച്ചത്? എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവുമായി സഹകരിച്ചാൽ കേരള കോൺഗ്രസുകൾക്ക് രാഷ്ട്രീയമായ തളർച്ചയാണ് സംഭവിക്കുക എന്ന് പറയാൻ വേണ്ടി ഒരു കണക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് 1982-ൽ മാണി കോൺഗ്രസ് മത്സരിച്ചത് 18ഓളം സീറ്റുകളിലായിരുന്നുവെന്നും പക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിച്ചത് വെറും 6 സീറ്റുകൾ, 82-ൽ UDF-ൻ്റെ ഭാഗമായിട്ട് 6 സീറ്റുകളിലായിരുന്നുവെന്നും എന്നാൽ PJ ജോസഫ് വിഭാഗം അന്ന് 12 സീറ്റിൽ മത്സരിച്ച് 8 സീറ്റുകളിൽ വിജയിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ്സിലെ PJ ജോസഫ് വിഭാഗം 12 സീറ്റുകളിൽ മത്സരിച്ച് 8 സീറ്റുകളിൽ വിജയിച്ചു 1982-ൽ. എന്നാൽ അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം 8 സീറ്റുകളിൽ മാത്രമേ വിജയിച്ചുള്ളൂ. അവർ PJ ജോസഫ് വിഭാഗം മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ 82-ലെ തെരഞ്ഞെടുപ്പിൽ UDF-നുമായിട്ടുള്ള സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് കേരള കോൺഗ്രസുകളുടെ ഒരു രാഷ്ട്രീയം അത് വേറെ ഒരു രാഷ്ട്രീയമാണ്. അത് പ്രധാനമായും തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ ഈ മലബാറിലെ ചില ഈ കുടിയേറ്റ മേഖലകളുണ്ട്. അത്തരം മേഖലകളിലെ എല്ലാം ആളുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനകത്ത് ഒരു പലപ്പോഴും ഒരു സമ്മർദ്ദ ശക്തിയായിട്ടാണ് രംഗത്ത് വരാറുണ്ട്. ഇങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ അവർക്ക് പല സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം അങ്ങനെ നിലനിൽക്കെ എവിടെ നിന്നാലാണ് കേരള കോൺഗ്രസുകൾക്ക് കൂടുതൽ വിലപേശ ശക്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. LDF-നകത്ത് കേരള കോൺഗ്രസുകൾക്ക് ഇപ്പോൾ നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ വിലപേശ ശക്തി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവസാന ഘട്ടത്തിൽ സംഭവിച്ചത് CV വർഗീസിൻ്റെ പ്രസ്താവന കൂടി ഇടുക്കി ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസ്താവന നമുക്ക് കാണിച്ചു തരുന്ന കാര്യം ഇതാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് മാറാൻ ശ്രമിച്ചു. അങ്ങനെ മാറുകയാണ് എങ്കിൽ കേരള കോൺഗ്രസ് പിളർന്നുകൊണ്ട് മാത്രമേ, അതിലൊരു വിഭാഗം LDF-നൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ആ മാറ്റം സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൽ ഇടുക്കിയിലെയും കോട്ടയത്തെയും CPM നേതൃത്വം, അതുപോലെ തന്നെ വാസവൻ, നമ്മുടെ മന്ത്രി N വാസവനെ പോലെയുള്ള ആളുകളും അതുപോലെ CV വർഗീസിനെ പോലെയുള്ള ആളുകളും ഒക്കെ ചേർന്ന് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് റോഷി അഗസ്റ്റിനെ കൂടെ നിർത്താൻ സാധിച്ചു.
അങ്ങനെ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് യഥാർത്ഥത്തിൽ മധ്യമേഖലാ ജാഥയ്ക്കിടയിലുള്ള നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ശൈലജ ടീച്ചറുടെ പ്രസൻസിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിൽ മൈക്ക് തട്ടിപ്പറിക്കുന്നതിനും മറ്റും ഇടയാക്കിയതും പാലായിലെ മത്സരത്തെക്കുറിച്ചുള്ള വിവാദമുയർന്നതും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം, നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അതേ രൂപത്തിൽ LDFിനൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയില്ല. മധ്യമേഖലാ ജാഥ ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. LDFിൻ്റെ മധ്യമേഖലാ ജാഥ ഇന്നലെ അവസാനിച്ചു. സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ചില ആളുകളെങ്കിലും, ഒരുപക്ഷെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം കേരള കോൺഗ്രസ് UDFിലേക്ക് പോയേക്കും. അതേസമയം തന്നെ ഒരു വിഭാഗം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ജയരാജനും അതുപോലെ തന്നെ പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള ചില MLAമാരും LDFിൽ തുടർന്നു. നമ്മൾ മറ്റു ചില വിഷയങ്ങൾ പരിശോധിച്ചാൽ ഈ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, അതുപോലെ റാന്നി, ഇങ്ങനെ ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ചില മേഖലകൾ. ഇപ്പോൾ നിലവിലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ 5 MLAമാർ വിജയിച്ചു വന്നിട്ടുള്ള, അപ്പോൾ ഇടുക്കി പോലെയുള്ള അല്ലെങ്കിൽ റാന്നി പോലെയുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ ചിലതിലെങ്കിലും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കഴിഞ്ഞ തവണ UDFിൻ്റെ ഭാഗമായിട്ട് അവരോട് മത്സരിച്ചത് നമ്മുടെ PJ ജോസഫ് വിഭാഗമാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ കോതമംഗലം സീറ്റ് ഉൾപ്പെടെയുള്ള പല സീറ്റുകളുടെയും കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDFും, അതായത് കോൺഗ്രസും പ്രധാനമായിട്ടും ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിലുള്ള ഈ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ സീറ്റ് ധാരണയെക്കുറിച്ച് ഒരു പരിപൂർണ രൂപം ആവാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കരുതുന്നു, ഞാൻ അതേക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. 10 സീറ്റുകളിൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ചു. 2 സീറ്റിൽ ജോസഫ് വിഭാഗം വിജയിച്ചു. ജോസഫ് വിഭാഗം 13 സീറ്റുകൾ അവർക്ക് LDF മത്സരിക്കാൻ നൽകി. പിന്നീട് അതിൽ കുറ്റ്യാടിയിലെ ചില പ്രതിഷേധം കാരണം കുറ്റ്യാടി CPMൻ്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചു. അപ്പോൾ 12 സീറ്റുകളിൽ ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചു. ഇത്തവണ അവർ വീണ്ടും ആ 13 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് LDFിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കരുതുന്നത്, ഈ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ചില സീറ്റുകൾ ഇത്തവണ അവർക്ക് മത്സരിക്കാൻ ലഭിക്കുകയില്ല എന്നും, അത്തരം സീറ്റുകളിൽ ജോസ് കെ മാണി വിഭാഗം വരുമ്പോൾ മത്സരിക്കാനായിട്ട് കൂടിയാണ് ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. RSPയുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഒരുപക്ഷെ ജനതാദളിൽ നിന്ന് ഒരു വിഭാഗം LDFിൽ നിന്ന് UDFിൽ വന്നേക്കും. അപ്പോൾ അവർക്ക് നൽകേണ്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള ചില ധാരണകൾ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് നൽകേണ്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. CMPക്ക് നൽകേണ്ട സീറ്റുകളെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. CK ജാനു ആവശ്യമുന്നയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഇടയിൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകേണ്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ ഡിലേ ചെയ്യുകയാണ് UDF സംവിധാനം. ആ ഡിലേ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണമെന്ന് പറയുന്നത്, ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ചില ആളുകളെങ്കിലും UDFിൽ എത്തുമെന്നും, അങ്ങനെ അവരെത്തുകയാണെങ്കിൽ അവർക്ക് മത്സരിക്കാൻ ചില സീറ്റുകൾ ഒഴിച്ചിടേണ്ടതുണ്ട് എന്നും UDF കരുതുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഞാൻ കരുതുന്നു ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് പുലരാനിരിക്കുകയാണ്. അതിൽ നിന്ന് തീർച്ചയായും ഒരു വിഭാഗം UDFിലെത്തും. നന്ദി, നമസ്കാരം.